പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 41:6 വാക്യം. ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു, അവൻ്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു, അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ഞാൻ ദീനമായി കിടക്കുമ്പോൾ ഒരാൾ എന്നെ കാണുവാൻ വന്നു. ആ കാണുവാൻ വന്ന ആൾ എന്നോട് കപടമായിട്ട് സംസാരിച്ചു. ഈ കപടമായിട്ട് സംസാരിച്ചു എന്ന് അന്നേരം പിടികിട്ടത്തില്ല. പിന്നീടാണ് അറിയുന്നത് ഈ ആൾ പറഞ്ഞത് കപടമായിരുന്നു എന്ന്. അപ്പോൾ ഈ വ്യക്തി വന്ന് സംസാരിച്ച കാര്യം എന്തായിരിക്കും? നല്ല വാക്കുകൾ, നല്ല ആശംസകൾ, നീ എത്രയും വേഗം സൗഖ്യമാകട്ടെ, ദൈവം നിന്നെ എത്രയും വേഗം സൗഖ്യമാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അങ്ങനെ നല്ല ആശംസകളൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിപ്പോകുന്ന വ്യക്തിയുടെ ഹൃദയം നീതികേട് സംഗ്രഹിച്ചിരുന്നു എന്ന് ദാവീദ് പറയുക. ആമേൻ. ഈ നീതികേട് സംഗ്രഹിച്ചുകൊണ്ട് പുറത്തു പോയ വ്യക്തി അവൻ്റെ ഉള്ളിലുള്ളത് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരോട് പ്രസ്താവിക്കുകയാണ്. അവൻ്റെ കൂട്ടുകെട്ടിലുള്ളവരോട്, സുഹൃത്ത് ബന്ധങ്ങളോട്, അവനുമായി അവൻ്റെ ആശയത്തോട് യോജിക്കുന്ന സുഹൃത്തുക്കളോട് ഇക്കാര്യം പ്രസ്താവിക്കുക. അകത്തു പറഞ്ഞത് മറ്റൊന്ന്, പുറത്തു പോയി പ്രസ്താവിക്കുന്നത് മറ്റൊന്ന്. ഇതിനെയാണ് ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നത് ഏഷണിയും പരദൂഷണവും. സ്തോത്രം. അത് ഹല്ലേലൂയ ഒരാളെ കുറിച്ച് മറ്റൊരാളോട് തെറ്റായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞ്, ഏഷണി പറഞ്ഞ്, ഹല്ലേലൂയ അവിടെ ഒരു സ്തോത്രം സമാധാനക്കേടുണ്ടാക്കുകയാണ്. സ്തോത്രം. മുറിവേൽപ്പിക്കുക, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുക, ഒരാളെ വെട്ടി മുറിവേൽപ്പിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. എന്താണ് ഈ വ്യക്തി പോയി പറഞ്ഞതെന്ന് നോക്കുക. അതിൻ്റെ 7 വാക്യം പറയുന്നു, എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. ഈ പുറത്തു പോയ വ്യക്തി തൻ്റെ ആശയത്തോട് യോജിപ്പുള്ള ചില സുഹൃത്തുക്കളെ കൂട്ടുപിടിച്ചിട്ട് ഇവരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് മന്ത്രിക്കുകയാണ്. എന്താണ് മന്ത്രിക്കുന്നത്? അവരെനിക്ക് ദോഷം ചിന്തിക്കുന്നു, ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കില്ല എന്നവർ പറയുന്നു. ഈ വ്യക്തി പോയി പറയുകയാണ്, ഞാൻ അവനെ കാണാൻ പോയിരുന്നു, പക്ഷേ ഞാൻ കാണാൻ പോയി നല്ല കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്, പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത്, പക്ഷേ അവൻ എഴുന്നേക്കത്തില്ല, അവൻ നന്നാകില്ല, അവൻ മരിച്ചു പോകത്തേ ഉള്ളൂ. അവനങ്ങനെ കിടക്കുന്നത് ഈ കിടപ്പിൽ മരിച്ചു പോകാൻ വേണ്ടിയുള്ള കിടപ്പാണ്. ഈ രോഗം അവന് നശിച്ചു പോകാൻ വേണ്ടിയുള്ള രോഗമാണ്. ഇത് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ജഡത്തിൽ ഇങ്ങനെ രസിക്കുക. ഈ പാപം എന്ന് പറയുന്നത് അതിൻ്റെതായ ജഡത്തിലൊരു രസമുണ്ട്. എല്ലാ പാപ സ്വഭാവങ്ങൾക്കും അതിൻ്റെതായ സുഖങ്ങളും അതിൻ്റെതായ രസങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ അതിന് അടിമപ്പെട്ടു പോകുന്നത്. മദ്യത്തിന് അടിമപ്പെടുന്ന മനുഷ്യൻ അതിനകത്ത് രസമുണ്ടായിട്ടാണ്. ഹല്ലേലൂയ. അതുപോലെ ഓരോ പാപങ്ങളും, കാഴ്ചയാലുള്ള പാപങ്ങൾ, അതിനൊക്കെ അടിമപ്പെട്ടു പോകുന്നവർ അതിനകത്തുള്ള രസം കണ്ടെത്തി കഴിയുമ്പോൾ അതിനകത്ത് അടിമപ്പെട്ടു പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ജഡത്തിന്റെ രസത്തെ കൃഷിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ഈ ജഡത്തിന്റെ രസങ്ങളെ വേണ്ടെന്ന് വെച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്, ഭക്തന്മാരെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വ്യക്തി കടന്നുപോയി പുറത്തുപോയി അവൻ്റെ ഹൃദയത്തിലുള്ള നീതികേട് കൂട്ടുകാരോട് സംസാരിക്കുക. എന്നിട്ട് ഈ വ്യക്തിക്ക് വിരോധമായി ഹല്ലേലൂയ കൂട്ടുകെട്ടുണ്ടാക്കുക. അതിനെയാണ് കർത്താവിന്റെ വചനം പറയുന്നത് ഏഷണിയും പരദൂഷണവും. ദൈവത്തിന്റെ വചനം ഈ ഏഷണിയും പരദൂഷണത്തെയും ശക്തമായി വിമർശിക്കുകയാണ്. ശക്തമായ ഒരു വലിയ പാപമായി, ഗൗരവമായി കാണുന്ന ഒരു പാപമായി കാണുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഈ ഏഷണിയും പരദൂഷണവും എന്തുകൊണ്ടാണ് ഇത്ര വലിയ പാപമാകുന്നത്? അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടുവിശ്വാസികളെയോ ഹല്ലേലൂയ മറ്റേതൊരു വ്യക്തിയെയോ ഹല്ലേലൂയ അവരെ കുറിച്ച് നാം ഏഷണിയും പരദൂഷണവും പറയുമ്പോൾ നാം അറിയാതെ അവരെ കൊല്ലുന്നതിന് തുല്യമാണ്. ആ വ്യക്തി ഇത് അറിയുമ്പോൾ അവർ മുറിവേൽക്കപ്പെടുകയാണ്. സ്തോത്രം ചെയ്യുന്നു. എങ്ങനെ? ഹല്ലേലൂയ. നാം നമ്മെ തന്നെ വെട്ടിമുറിവേൽപ്പിക്കുന്ന തുല്യമാണ്. ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന നാം ഓരോരുത്തരും തമ്മിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെ ഒരു പാപ സ്വഭാവം ആരുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് മറ്റൊരാളെ നാം മുറിവേൽപ്പിക്കുകയാ എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിലിരിക്കുന്ന വാൾ കൊണ്ട് സ്വന്തം കൈ വെട്ടിമുറിക്കുകയാണ്. സ്തോത്രം. അതാണ് ഏഷണിയുടെയും പരദൂഷണത്തിന്റെയും പ്രതിഫലം, ഫലം, അതിന്റെ ഒരു തീവ്രത എന്ന് പറയുന്നത്. ആമേൻ. കർത്താവിന്റെ വചനം ഇതിനെ ശക്തമായി എതിർക്കുന്നു.
ലേവ്യ പുസ്തകം 19 16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതിന് ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്, കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്, ഞാൻ യഹോവയാകുന്നു. സങ്കീർത്തനങ്ങൾ 101:5 പറയുന്നു, കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതായത് കൂട്ടുകാരനോട് കൂട്ടുകൂടി അവന്റെ ഉള്ളിലുള്ളതെല്ലാം പിടിച്ചെടുത്തിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പുറത്തു പോയി അത് കുറച്ചുകൂടെയൊക്കെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതങ്ങ് അവതരിപ്പിക്കുക, സംസാരിക്കുക. എന്നിട്ട് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് വാക്കുണ്ടെങ്കിൽ അതിനെ പൊലിപ്പിച്ച് ഒരു വലിയ വിഷയമാക്കി മാറ്റുക. അതാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, പുതിയ നിയമത്തില് തീമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 1 തീമോഥെയോസ് 3:11 ഇങ്ങനെ പറയുന്നു, ഔവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തമാരുമായിരിക്കണം. അങ്ങനെ കർത്താവിന്റെ വചനം ഉടനീളം നോക്കുമ്പോൾ ഈ ഒരു പാപത്തെ അതിശക്തമായി ദൈവത്തിന്റെ വചനം എതിർക്കുകയാണ്. കാരണം ഇത് പറയുന്ന വ്യക്തിയുടെ നിത്യത നഷ്ടപ്പെടുത്തുന്നതാണ്, അവനെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ് ഈ പാപം. സ്തോത്രം ചെയ്യുന്നു. ഇത് വലിയൊരു പാപമായിട്ട് തന്നെയാണ് ദൈവത്തിന്റെ വചനം കാണുന്നത്, നിസ്സാരമായി അല്ല അത് കാണേണ്ടത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ കർത്താവ് കൽപ്പന കൊടുക്കുമ്പോൾ കൊല ചെയ്യരുത് എന്ന് പറയുന്ന കൽപ്പന കൊടുക്കുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവൃത്തിയാൽ അല്ല അവിടെ പാപം വെളിവാകുന്നത്, ഹൃദയത്തിൽ ചിന്തിച്ചാൽ മതി. നീ നിന്റെ സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ നീ ഹല്ലേലൂയ 4 ദിവസം ഇവിടെ മുമ്പ് നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനായി തീരുമെന്ന കർത്താവിന്റെ വചനം പറയുന്നു. അപ്പോൾ ഈ പാപത്തിന്റെ പ്രതിഫലം എന്താണ്? നിത്യനരകം തന്നെയാണ് അതിന്റെ പ്രതിഫലം. കാരണം എന്താ? ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണോ? അല്ല, ഇത് പിശാചിന്റെ പ്രവൃത്തിയാത്രേ. കാരണം ഹല്ലേലൂയ, പിശാചാണ് അപവാദിയായ പിശാച് എന്നാ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 12 പറയുന്നത് അപവാദിയായ പിശാചിനെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. തന്റെ ഭക്തന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്ന പിശാച് അപവാദി എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അപവാദിയുടെ ശിഷ്യന്മാരാകുവാൻ അല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, അവന്റെ ഏജന്റുമാരാകുവാൻ അല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സദ്വാർത്തയുടെ ദൂതുവാഹികളാകുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നല്ല വാക്കുകൾ, നല്ല വാർത്തകൾ പ്രചരിപ്പിക്കാൻ. സ്തോത്രം. അത് ഹല്ലേലൂയ, വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അത് യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും ഹല്ലേലൂയ, നേരിട്ടാണെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം പറയുന്ന വാക്കുകൾ മറ്റൊരാളെ മുറിവേൽപ്പിക്കുവാൻ ഇടയാകരുത്. ഏഷണിയും പരദൂഷണവും ഒരു വലിയ പാപമായി കർത്താവ് കണക്കാക്കുന്നു. സ്തോത്രം. അത് ചെയ്യുന്നവർ ഹല്ലേലൂയ എന്ത് ചെയ്യണം? അത് ചെയ്യുന്നവർ നിത്യത അവർക്ക് നഷ്ടമാകുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. കാരണം ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാ. അസൂയയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതിന്റെ അടിസ്ഥാനം അസൂയയാണ്. ഒരാൾ ഉയരുന്നത്, ഒരാൾ നന്മ പ്രാപിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ആ വ്യക്തിയെക്കുറിച്ച് പോയി അവിടെ ഇവിടെയും സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കങ്ങനെ സംസാരിക്കുവാനുള്ള അവകാശമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 18 10-11 ഇങ്ങനെ പറയുന്നു, ഈ ചെറിയ പേരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കുക, ഹല്ലേലൂയ. നാം ഒരാളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ, പരദൂഷണം പറയുമ്പോൾ, ഏഷണി പറയുമ്പോൾ നമുക്കൊരു രസമായിട്ടൊക്കെ തോന്നാം. പക്ഷേ ആ വ്യക്തിയെ നാം മുറിവേൽപ്പിക്കുകയാണ്. തന്നെയല്ല, ഈ വ്യക്തിയുടെ ദൂതൻ, എല്ലാ മനുഷ്യർക്കും ദൂതന്മാരുണ്ടെന്ന് വചനം പറയുന്നു. ആ ദൂതന്മാർ എന്ത് ചെയ്യുന്നു? ദൈവമുഖത്തേക്ക് നോക്കുകയാ സമയത്ത്. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നത് ദൈവം കാണും. ഹല്ലേലൂയ. കർത്താവ് അതിന് പരിഹാരം അല്ലെങ്കിൽ പ്രതിഫലം അല്ലെങ്കിൽ അതിനൊരു ഹല്ലേലൂയ പണിഷ്മെന്റ് തീർച്ചയായിട്ടും കൊടുക്കുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അത് കർത്താവ് തന്നെയാണ് ഈ വചനം നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. ഈ ചെറിയ പേരിലൊരുത്തിനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്തോത്രം. അപ്പോൾ ഈ പാപത്തിന്റെ ഹല്ലേലൂയ വലിപ്പം എത്രയാണ്? ഹല്ലേലൂയ. നമ്മളുടെ കൂട്ടു സഹോദരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെയും ആയിക്കൊള്ളട്ടെ, നമുക്ക് പരിചയമില്ലാത്തവരായിക്കൊള്ളട്ടെ, ആർക്കെതിരെയും ഒരു വാക്ക് ഉച്ചരിപ്പാൻ നമുക്ക് ഹല്ലേലൂയ അവകാശമില്ല. ഹല്ലേലൂയ. മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും, നോക്കുക, വചനം നോക്കണം, മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന കർത്താവിന്റെ വചനം പറയുന്നത്.
ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള പാപം എത്രമാത്രം ഹല്ലേലൂയ ഘോരമാണ്, ഒരു വലിയ പാപമാണെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിന് വിരുദ്ധമാണ്. ഇത് പിശാചിന്റെ ഹല്ലേലൂയ പ്രവൃത്തിയാണ്, ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവർ, ജഡത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി ചെയ്യുന്നവർ എവിടെയാ? ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇത് അന്ത്യസമയമാകിയാൽ പിശാച് എങ്ങനെയും ദൈവജനത്തെ തെറ്റിച്ച് കളയുവാൻ അവരറിയാതെ ഇതിനെ അടിമയാക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു പാപമെന്ന് പറയുന്നത് ഹല്ലേലൂയ അറിയാതെയാണ് മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറുന്നത്. നിസ്സാരമായ ചില വാക്കുകളിൽ തുടങ്ങി 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 ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഹല്ലേലൂയ. അത് പക്ഷേ ഇതിന് നിത്യത നഷ്ടപ്പെടുത്തുകയാണെന്നുള്ള ഓർമ്മ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരാളെ കുറിച്ച് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപവാദം പറയുവാൻ, അത് പരദൂഷണം പറയുവാൻ, ഏഷണി പറയുവാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തിന്റെ വചനം, ഒരുപാട് വചനങ്ങൾ ഹല്ലേലൂയ അതിനെക്കുറിച്ച് വായിക്കാനുണ്ട്. ഹല്ലേലൂയ അത്രമാത്രം ശക്തമായി കർത്താവിന്റെ വചനം അതിനെ എതിർക്കുകയാണ്. ഹല്ലേലൂയ. അത്ര വലിയ പാപമായിട്ടാണ് ദൈവത്തിന്റെ വചനം അതിനെ കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നാം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നത് അത് നമ്മെ തന്നെ വെട്ടിമുറിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നതിന് തുല്യമാണ്. സ്തോത്രം. പേര് കർത്താവ് ആരെയും നരകത്തിലേക്ക് കൊണ്ടുപോകാനല്ല ഇച്ഛിക്കുന്നത്. കർത്താവ് എല്ലാവരും സ്വർഗത്തിൽ പോകണം തന്നെ ഇച്ഛിക്കുന്നത്. പക്ഷേ നമ്മുടെ നരകത്തിലേക്കുള്ള വഴി വെട്ടുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ നരകത്തിലേക്കുള്ള തീ കത്തിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഹല്ലേലൂയ. ഇതുപോലെയുള്ള പാപങ്ങൾ നിമിത്തമാണ് നമ്മുടെ നിത്യത നഷ്ടപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുമ്പോൾ ഒരു എമർജൻസി മെസ്സേജ് ആയിട്ട് ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ട ഇടങ്ങളിൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ, ഏറ്റുപറയേണ്ടയിടത്ത് ഏറ്റുപറയുവാൻ, ഹല്ലേലൂയ, അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.